Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome to our English class. So yesterday's class we were discussed the last 4 stanzas of our poem, and all of you understood about that poem. Okay, you are written that appreciation on your notebook. Yes, okay. സോ നമ്മൾ ഇന്നലെ ലാസ്റ്റത്തെ ആ ഒരു പാരാഗ്രാഫിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഇന്നലെ പറഞ്ഞല്ലേ. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണുള്ളത്? റിഫ്രെയിൻ ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ അനഫോറ, വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജ് ആൻഡ് പേഴ്സോണിഫിക്കേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സിമിലി എന്ന് പറയുന്ന ഇത്രയും പോയറ്റിക് ഡിവൈസസ് ഓർ ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ആദ്യത്തെ എന്താണെന്ന് നോക്കാം. റെഫ്രെയിൻ എന്താ? ഇൻ പോയട്രി a refrain is a word, line or phrase that is repeated within the lines or stanza of the poem itself. The burden, the most common form of refrain, in which a whole word or phrase is repeated at regular intervals. അതായത് നമ്മളൊരു പോയത്തിൽ ഒരു വേർഡ് തന്നെ ഇല്ലെങ്കിൽ ഒരു വേർഡോ ഒരു ലൈനോ ഒരു ഫ്രേസോ റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്ത് പോകും. പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റും റിപ്പീറ്റഡ് ലൈൻസിൻ്റെ യൂസേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഫ്രെയിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. A phrase or line repeated at intervals within a poem, especially at the end of the stanza. നമ്മുടെ സ്റ്റാൻസയിൽ എൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഒരു റിപ്പീറ്റഡ് സൗണ്ട്സ് വെച്ചിട്ടായിരിക്കും ചില പോയിംസ് നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് ഒരേപോലെ അവസാനിക്കുമ്പോൾ വേർഡ്സ്. മനസ്സിലായോ? സീ ദ റെഫറൻ ജംപ് ബാക്ക് ഹണി ജംപ് ബാക്ക്. കണ്ടോ, 2 പ്രാവശ്യം ആ ഒറ്റ വേർഡ് തന്നെ 2 പ്രാവശ്യം ഒരു സെൻറ്റൻസസിലോ ഒരു പോയത്തിൻ്റെ ഒരു ലൈനിലോ വരും. അതിനെയാണ് നമ്മൾ റെഫറൻ എന്ന് പറയുന്നത്. ഇൻ പോൾ ലോറൻസ് ഡൺബേഴ്സ് എ നീഗ്രോ ലവ് സോങ് ഓർ റിട്ടേൺ ആൻഡ് റിട്ടേൺ അഗെയിൻ, in James Laughing's Oh Best of All Nights, Return and Return Again. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് റെഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 വേർഡ്സോ അല്ലെങ്കിൽ 2 സെൻറ്റൻസുകളോ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഫ്രെയിൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സെൻറ്റൻസസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സിനെ പറയുന്നതാണ് എന്ത്, റെഫ്രെയിൻ. റിപ്പീറ്റഡ് അറ്റ് ഇൻ്റർവൽസ് വിത്ത് എ പോയം. ഓരോ ഇൻ്റർവൽസ് കഴിഞ്ഞ്, ഇൻ്റർവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നേരത്തെ ലൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസോ ആ സെൻറ്റൻസ് തന്നെ അടുത്ത ലൈനിലും വരിക, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ അത് വരിക. മനസ്സിലായോ? അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ഇൻ്റർവെൽസ് കഴിഞ്ഞ് വരുന്ന വേർഡ്സിനെ, അങ്ങനെ വരുന്ന ആ ലൈൻസിനെ പറയുന്നതാണ് എന്ത്, അനഫോറ. ഇവിടെ എക്സാമ്പിൾസ് കണ്ടോ, ജം ജാക്ക് ഹണി ജം ജാക്ക് എന്ന് പറയുന്ന ആ ഒരു ലൈൻ, എ നീഗ്രോ ലവ് സോങ് ഓർ റിട്ടേൺ ആൻഡ് റിട്ടേൺ എഗെയിൻ എന്ന് പറയുന്ന ആ ലൈൻസിലൊക്കെ എന്ത് നമുക്ക് കാണാൻ പറ്റും, റെഫറൻസ് കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ ഏതാണ് റെഫ്രെയിൻ നമുക്ക് കാണാൻ പറ്റുന്നത്? ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിൽഗൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെ, ആ പീറ്റർ ഗിൽഗൺ ഫാദറിൻ്റെ നെയിം തന്നെ ഒരുപാട് തവണ ലൈൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ആ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു ലൈൻ നമ്മൾ എന്തായിട്ട് കാണാം, റെഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിൽഗൺ that was used in similar lines of this ballad. So in that lines we called what, refrains, the examples of refrains. Clear അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ എന്താണ്? അലിട്രേഷൻ നോക്കൂ. The repetition of initial stressed consonant sound in a series of words with a phrase or verse line. Alliteration need not reuse all initial consonants. എന്താ പറയുന്നത്,
റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്ന ചില സൗണ്ട്സ് ഉണ്ട് നമ്മൾ പോയത്തിന് അല്ലേ. ഇല്ലെങ്കിൽ കൺസോണൻറ്റ് സൗണ്ട്സിനെയോ ഇനീഷ്യേറ്റ് സ്ട്രെസ്ഡ് സൗണ്ട്സിനെയോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അത്തരത്തിലുള്ള റിപ്പീറ്റഡ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ നീഡ് നോട്ട് റീയൂസ് ഓൾ ഇനീഷ്യൽ കോൺസണൻസ്. ചിലപ്പോൾ നമ്മളിപ്പോൾ പിസ്സ അങ്ങനെ പറയുന്നതല്ല, പിസ്സ എന്ന് പറയും, പിസ്സ ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത് രണ്ടും ഒരു അലിട്രേഷനാണ്. എന്താണ് അങ്ങനെ വന്നത്, പിസ്സ പ്ലേസ്, കണ്ടോ ആ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്ന ആ ഒരു സ്ഥലവും ഇല്ലെങ്കിൽ അത് വരുന്ന കൺസണൻറ്റ് സൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരേപോലെ വന്ന രീതിയിലുള്ള സൗണ്ട്സ് ആയിരിക്കും ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് പിസ്സ ആൻഡ് പ്ലേസ് ദാറ്റ് ഈസ് എൻ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് ഇൻ എ സീരീസ് ഓഫ് വേർഡ്സ് ഇൻ എ ഫ്രേസ് ഓർ വേഴ്സ് ലൈൻ. ഫ്രേസിലോ വേഴ്സ് ലൈൻസിലോ ആയിരിക്കും നമ്മളിത് കൂടുതലും അലിട്രേഷൻസ് കാണുന്നത്. ഇതിനൊരു എക്സാമ്പിൾസ് നോക്കിക്കേ. ലിസൺ ടു ദി സെൻറ്റൻസസ്. കാർമൻ കെയർഫുള്ളി കോട്ട് കാൾ. കണ്ടോ, എല്ലാം ഒരേ സ്ട്രെസ്ഡും ആയിട്ടുള്ളതും കൺസണൻ്റ് ആയിട്ടുള്ള സൗണ്ട്സാണ് ഈ ഒരൊറ്റ ലൈനിൽ തന്നെ വന്നിരിക്കുന്നത്. ഇതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർമൻ കെയർഫുള്ളി കോട്ട് കാൾ. സെക്കൻഡ് ലൈൻ നോക്കൂ. സ്റ്റീവ് സേവ്ഡ് 7 സീഗൾസ്. കണ്ടോ, ഒറ്റ സ്ട്രെസ്സിൽ പോകുന്ന ഒരേ കൺസണൻറ്റ് സൗണ്ട്സാണ് ഈ ലൈൻസിൽ, ഈ 3 ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന വേർഡ്സിനെയാണ് എന്ന് പറയുന്നത് അലിട്രേഷൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ബോട്ട് ബ്ലാക്ക് ബ്രോലീസ്. കണ്ടോ, ബ്രോലൈസ് എന്നൊക്കെ പറയുന്ന ഈച്ച് വേർഡ് ബിഗിൻസ് വിത്ത് ദ സെയിം സൗണ്ട് അല്ലേ. സെയിം സൗണ്ട് അതിൻ്റെ കൺസോണൻറ്റ് സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റേ പോയത്തിൽ വരുന്ന എക്സാമ്പിൾ എന്താണ് അലിട്രേഷനിൽ. ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ പോയം സച്ച് എസ് പ്രീസ് പീറ്റർ ഡൈ ആൻഡ് ഡൈ. കണ്ടോ, പ്രീസ് പീറ്റർ ഡൈ ആൻഡ് ഡൈ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. പിന്നെന്താ ഉള്ളത്, വേറെ എന്താ ഉള്ളത്, നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. stood upright on the floor. പിന്നെന്തോ, nor rest nor joy nor peace. അതൊക്കെ എന്താണ്, അലിട്രേഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ വരുന്ന ലൈൻസിനെ നമ്മൾ എന്താണെന്ന് പറയുന്നു. പിന്നെ മാവ്രോൺ ദ മാൻ എന്നൊക്കെ വരുന്ന ആ ഒരു ലൈൻസൊക്കെ എന്തിൽ വരുന്നതാണ്, അലിട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, the word and is repeated at the beginning of several successive lines which is an example of anaphora എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്, അനഫോറസ് ആണ്. അതിന് മുമ്പ് അലിട്രേഷന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ബ്രാൻഡ് നെയിംസ് പറയുമ്പോൾ കൂടുതലും ഈ അലിട്രേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ഡങ്കിൻസ് ഡോണറ്റ്, ബെസ്റ്റ് ബൈ, അമേരിക്കൻ എയർലൈൻസ്, അമേരിക്കൻ അപ്പാരൽ, കൊക്കക്കോള, പേപാൽ, ബെഡ് ബാത്ത് ആൻഡ് ബിയോണ്ട്, ക്രിസ്പി ക്രീം. കണ്ടോ, ഇതൊക്കെ സെയിം സൗണ്ട് ആൻഡ് കൺസോണൻറ്റ് സൗണ്ട്സ് ആർ സെയിം ഇൻ ദിസ് words. Each words are same consonant sounds and sound are also same. That type of sentences or that type of words we called alliteration. Okay, അപ്പോൾ alliteration ആ ഒരു definition ഒന്ന് നോക്കി വെക്കുക. The repetition of initial stressed consonant sounds in a series of words with a phrase or verse line. Repetition of initial stressed consonant sound in a series of വേർഡ്സിൻ്റെ ആ ഒരു സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്നു. വിത്തിൻ എ ഫ്രേസ് ഓർ വേർഡ്സ് ലൈൻ. എവിടെയൊക്കെയാണ്, അതിൻ്റെ ഫ്രേസിലോ വേർഡ്സ് ലൈൻസിലോ ആയിരിക്കും നമ്മളിത് കൂടുതലും കാണുന്നത്. ദിസ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഈസ് നോൺ എസ് അലിട്രേഷൻ. അടുത്തൊരു പോയറ്റിക് ഡിവൈസ് ആണ് അനഫോറ. അനഫോറ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അനഫോറാസ് എന്താണ്? Anaphora is a repetition of words or phrase in a group of sentence, clauses or poetic lines. ഒരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസിലോ അല്ലെങ്കിൽ ഒരു പോയറ്റിക് ലൈൻസിലോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സിനെയോ അല്ലെങ്കിൽ ഫ്രേസസിനെയോ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ ഗ്രൂപ്പ് ഓഫ് ഫ്രേസസിനെയോ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതിൽ തന്നെ വരുന്ന റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനഫോറാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, let it snow, let it snow, let it snow, a waffle day, and miles to go before I sleep, and miles to go before I sleep. ഇതിലെല്ലാം വരുന്നത് എന്താണ്, അനഫോറാസ് ആണ്. ഓക്കെ, മനസ്സിലായോ?
ഇങ്ങനെ വരുന്ന ഇതൊക്കെ എന്താണ്, ഓരോ സെൻറ്റൻസസോ ഇല്ലെങ്കിൽ ഒരു ഫ്രോസോ ആണ്. ലെറ്റ് ഇറ്റ് സ്നോ, ലെറ്റ് ഇറ്റ് സ്നോ ഇറ്റ്സ് ഫ്രോ, അതെന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ഒരു പോയത്തിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. അത് തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം ആ ഒരു വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനഫോറാസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാം, ഇതിലെന്താണ് ഇത് പറഞ്ഞേക്കുന്നത്, ദ വേർഡ് ആൻഡ് ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെവറൽ സക്സസീവ് ലൈൻസ് അല്ലേ. നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ ഈ പോയത്തിൽ തന്നെ കാണാൻ പറ്റും, എന്താ കാണാൻ പറ്റുന്നത്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുന്ന ലൈൻസിൽ ഒരു ആൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആൻഡ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും ഒരു അനഫോറയാണ്. നോക്കിക്കേ, നമുക്ക് തേർഡ് സ്റ്റാൻസയിൽ കാണാൻ പറ്റും, ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ് ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹീ ഗോഡ് ഫോർഗീവ്. കണ്ടോ, ആ രണ്ട് ലൈൻസിൽ മിഡിൽ വന്നിരിക്കുന്ന രണ്ട് ലൈൻസിൽ അനഫോറാസിൻ്റെ ആ ഒരു യൂസേജസ് കൂടുതലാണ്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന സ്റ്റാൻസയിലും ഹി നെൽറ്റ് ആൻഡ് ലീനിങ് ഓൺ ദ ചെയർ ഹി പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ് എന്ന് പറയുന്ന ആ രണ്ട് ലൈൻസിലും ആൻഡിൻ്റെ അനഫോറാസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവരിവിടെ അനഫോറാസ് ലൈൻസ് അല്ലെങ്കിൽ ഒരു സക്സസീവ് ലൈൻസിൽ ആൻഡ് എന്ന് പറയുന്ന വേർഡ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനെ കാണിക്കുന്നതാണ്, അനഫോറാസിനെ കാണിക്കുന്നതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? അനഫോറാസ് എന്താ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? Personification is a poetic device where animals, plants or even inanimate objects are given human qualities, resulting in a poem or full of imagery and description. അതായത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസാണ്. ഓക്കെ, അതിലെന്തൊക്കെ വരും, ആനിമൽസ്, പ്ലാന്റ്സ് ഓർ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആർ ഗിവൻ ഒരു ഹ്യൂമൻ ക്വാളിറ്റീസിനെ അല്ലെങ്കിൽ ആ ഒരു ലൈൻസിൽ കൂടി വേറൊരു കാര്യത്തിനെ അത് കാണിച്ചുകൊണ്ട് ആനിമൽസിൻ്റെ രൂപങ്ങൾ കൊടുക്കുന്ന തരത്തിൽ നിന്നുള്ള ലൈൻസിനെയാണ്, ആനിമൽസിൻ്റെ അല്ലാതെ പ്ലാന്റ്സിനെ പറയും, അല്ലെങ്കിൽ ഒരു ഇനാനിമേറ്റ് ഒബ്ജക്ട്സിനെ നമ്മൾ പറയും, റെയിൻ, അതേപോലെ തന്നെ കാര്യങ്ങളിലേക്ക് നമ്മൾ പല രീതിയിൽ അതിനെ വർണ്ണിക്കാറുണ്ടല്ലേ. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, personification is a poetic device where animals, plants or even inanimate objects are given human qualities resulting in a poem. ഫുൾ ഓഫ് ഇമേജറീസും അതിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻസും ഇമാജിനറീസാണ് അതിൽ കൂടുതലും പേഴ്സോണിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഞാൻ പറയാം, ഒരു കുട്ടി ലയണിനെ പോലെ അല്ലെങ്കിൽ ചീറ്റേനെ പോലെ അവൻ ഓടുന്നു എന്ന് കാണിക്കുകയാണ്. ആ ഒരു ലൈൻ നമ്മൾ എഴുതുമ്പോൾ ഹി റൺസ് ലൈക്ക് എ ചീറ്റ എന്ന് പറയുന്ന ആ ഒരു ലൈൻ, അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. ആരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, ആ കുട്ടീനെ ഒരു ചീറ്റയായിട്ട് ഉപമിച്ചിരിക്കുകയാണല്ലേ. അത്തരത്തിലുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു പോയറ്റിക് ഡിവൈസാണ്, പോയത്തിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിവൈസസ് ആണിത്. ഓക്കെ, നോക്കിക്കേ, അടുത്ത് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ കണക്ട്സ് റീഡേഴ്സ് വിത്ത് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് പേഴ്സോണിഫൈഡ്. അല്ലെങ്കിൽ ഒരു പേഴ്സൺ ക്വാളിറ്റി, പേഴ്സൻ്റെ ഒരു ക്വാളിറ്റി പല ആനിമൽസിലൂടെയോ പ്ലാന്റ്സിലൂടെയോ ഇല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒബ്ജക്ട്സിൽ കൂടെയോ കാണിക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ. കണ്ടോ, പേഴ്സണെ പല രീതിയിൽ കാണിക്കുന്നു പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. Personification can make description of non-human entities more vivid or can help readers understand, sympathize with or react emotionally to non-human characters. അല്ലേ, ഇതിൽ കാണാം എങ്ങനെയായിരിക്കും പേഴ്സോണിഫിക്കേഷൻ എപ്പോഴും കാണിക്കുന്നത്, ഒരു നോൺ ഹ്യൂമൻ എൻറ്റൈറ്റീസ് ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു വിവിഡ് ക്ലിയർ അല്ലാത്തൊരു പിക്ചറായിട്ടോ ഇല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലോ ആയിരിക്കും നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എപ്പോഴും പോയിറ്റ്സ് ലൈൻസിൽ കൂടി അവരുടെ പോയത്തിൽ കൂടി ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മുടെ ഈ പോയത്തിൽ വരുന്ന എക്സാമ്പിൾ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ എന്താണ് നോക്കിയേ. സ്റ്റാർസ് ബിഗാൻ ടു ബീപ്പ് ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ അല്ലേ. സ്റ്റാർസ് വരുന്നത് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, മോത്തവർ വെൻറ്റ് ഫ്രം ദ ഫീൽഡ് ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ എന്താ കാണിക്കുന്നത്, രാത്രി വരുന്നതിനെയാണ്, അല്ലെങ്കിൽ രാത്രി കാലം പതുക്കെ പൊട്ടി വിസിബിളായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നത് എന്താണ്, അവിടുത്തെ പേഴ്സോണിഫിക്കേഷനാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ എന്താണ് വേറെ പേഴ്സോണിഫിക്കേഷൻ, നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ, ഇതിൽ തന്നെ ഉണ്ട് പേഴ്സോണിഫിക്കേഷൻസ് ഉണ്ട് അതിൽ.
മോത്തവർ കാണിക്കുന്നത്. പിന്നെന്തുവാ, ഹോഴ്സിൻ്റെ ഇത് കാണിക്കുന്നത്. ഹി റൗസ്ഡ് ഹിസ് ഫോഴ്സ് ഔട്ട് ഓഫ് ഇറ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു ലൈൻസൊക്കെ പേഴ്സോണിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ലൈൻസാണ്. ഓക്കെ ആണോ? പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ദെൻ വി വർ മൂവ് ടു വാട്ട് ഈസ് സിമിലി. ഇതും ഒരു പോയറ്റിക് ഡിവൈസാണ്. The subject of the poem is described by comparing it to another object or subject using as or like. സിമിലി എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസാണ്. പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ സബ്ജക്റ്റിനെയോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് സിമിലി എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ആസ് വെച്ചോ ലൈക്ക് വെച്ചോ ആയിരിക്കും. ആസ് ഓർ ലൈക്ക്. ഫോർ എക്സാമ്പിൾ, ദ സബ്ജക്റ്റ് മേ ബി ക്രീപ്പിംഗ് ആസ് ക്വയറ്റ്ലി ആസ് എ മൗസ് ഓർ ബി സില്ലി ലൈക്ക് എ ഫോക്സ്. കണ്ടോ? ആസോ ലൈക്കോ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും? സിമിലീസിലായിരിക്കും. നമുക്ക് ഈ പോയത്തിലും ഒരുപാട് സിമിലീസ് കാണാൻ പറ്റും. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ആസും ലൈക്കും വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് സിമിലീസാണ്. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി ലുക്സ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഹർ ഐ ഷോൺ ലൈക്ക് ഡയമണ്ട്സ്. അവളുടെ കണ്ണുകൾ ഡയമണ്ട്സിൻ്റെ പോലെ തിളങ്ങുന്നു. പിന്നെന്താണ്? ദ എയർപ്ലെയിൻ സോട്ട് ലൈക്ക് ആൻ ഈഗിൾ. എയർപ്ലെയിൻ ഈഗിളിനെ പോലെ പറക്കുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? സിമിലീസാണ്. ഇനി നമുക്ക് ഇതിൽ കാണുന്ന കുറച്ച് സിമിലീസ് നോക്കാം. അതെ, ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. കണ്ടോ? ഇതിൽ ആസ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആസും ലൈക്ക് എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്. അവൾ അതിനെ പോലെ, ഇല്ലെങ്കിൽ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ആ മനുഷ്യൻ്റെ ഡെത്താണല്ലേ. ഡെത്ത് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഒരു ഫ്രീഡം, ഒരു മെറി ഓഫ് ഗാഡ്, ഒരു സന്തോഷമുള്ള പറവേനെ പോലെയായിരുന്നു അവൻ്റെ മരണം എന്ന് പറയുന്നത്. ആ ഒരു പേഴ്സൻ്റെ മരണത്തിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹി ഡൈഡ് ആസ് മേരി ആസ് എ ബേർഡ് ഈസ് എ സിമിലി. ദർ ആർ സം ഓഫ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് പോയം. നമുക്ക് ഇതിലൊരെണ്ണം കൂടി നോക്കാനുള്ളതാണ് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജസും. എന്താണ് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജും എന്താണെന്ന് നോക്കാം. വിഷ്വൽ ഇമേജ് എന്താണ്? The clouds were low and hairy like locks blowed forward in the glimpse of eye. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളെ പോലെ അത് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതാണ് ദ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു ലൈൻസിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഹോഴ്സിൻ്റെ ഓടിക്കുന്ന ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയില്ലേ? അതേപോലെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. വിഷ്വൽ ഇമേജ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദ പ്രീസ്റ്റ് റൈഡിങ് ഹോഴ്സ് ഡൗൺ ആൻഡ് ഡെസ്ക് വിത്ത് പ്രസൻസ് ഓഫ് മോത്ത്സ് ആർ എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജ്. ആ കുതിരനെ കൊണ്ട് ഓടിച്ചിരിക്കുന്ന ആ ഒരു സീൻ ശരിക്കും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. ഓഡിറ്ററി ഇമേജസ് എന്ന് പറഞ്ഞാൽ ദ ചിർപ്പ് ഓഫ് സ്പാരോ ഇങ്ങനെ ചിലയ്ക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ പ്രീസ്റ്റ് കരയുന്നത്, മാഫ്രോൺ എന്ന് പറയുന്നത് കരയുന്ന ആ ഒരു ഇതും നമുക്ക് കേൾക്കാൻ പറ്റുന്നതായതുകൊണ്ട് അതിനെ ഓഡിറ്ററി ഇമേജസ് എന്ന് പറയും. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ്? പോയറ്റിക് ഡിവൈസസും ഫിഗർ ഓഫ് സ്പീച്ചസൊക്കെ ഓക്കെ. ഇതൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? സൈഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. സൈഡ് ക്വസ്റ്റ്യൻസ് എത്ര? 10, 11, 12, 13, 14 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ആ ഒരു ലാസ്റ്റ് 4 സ്റ്റാൻസയിൽ വരുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വൈ വാസ് ദ പ്രീസ്റ്റ് ഓവർകം വിത്ത് ഗ്രീഫ് അറ്റ് ദ വാൾസ് ഓഫ് ദ വിഡോ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വാർഡ് വൈ? അല്ലേ, അങ്ങനെ കുറച്ച് 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 10th ക്വസ്റ്റ്യൻ. Why was the priest overcome with grief at the words of the widow? The priest was overcome with grief at the words of the widow because he had failed to come and do his duties. The man is dead. Why was the priest overcome with grief at the words of the widow? അല്ലേ, ഭയങ്കര സങ്കടത്തോടെ ആ വിഡോയുടെ അടുത്തേക്ക് വന്ന് എന്താണ് പറഞ്ഞതെന്ന്. The priest was overcome with the grief at the words of the widow because he had failed to come and
ഡു ഹിസ് ഡ്യൂട്ടീസ്. എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അത്രയും സങ്കടം വന്നത്? അച്ഛൻ്റെ ഡ്യൂട്ടി അവിടെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു സാക്രമെൻ്റ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് ആർക്ക് വന്നത്? നമ്മുടെ ഫാദറിന് വന്നത്, ഫാദർ ഗിൽഗലിന് വന്നത്. അതാണ് അവിടുത്തെ ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ് വൈ. എന്തുകൊണ്ടാണ് ഹി നെൽറ്റ് എന്തായിരുന്നു? മുട്ടൂത്ത് അല്ലെങ്കിൽ നീസ് ചെയ്യുക, മുട്ടൂത്ത് നിന്ന് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് നെൽറ്റ്. ഹി നെൽറ്റ് ഹിം അറ്റ് ദ വേർഡ്, മുട്ടൂത്തി നിന്നു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി ന്യൂ ദാറ്റ് ഗോഡ് ഹാഡ് ഡൺ എ മിറാക്കിൾ ടു സെൻഡ് ആൻ ഏഞ്ചൽ ടു ഡു ദ വർക്ക് ഫാദർ ഗിൽഗൺ മസ്റ്റ് ഹാവ് ഡൺ. അല്ലേ, ഫാദർ ഗിൽഗൺ ചെയ്യേണ്ട ഡ്യൂട്ടി ഗോഡ് ഒരു ഏഞ്ചലിനെ അവിടെ കൊടുത്തിട്ട് ആ ഒരു പുവർ മാനിന് വേണ്ടി ചെയ്ത് കൊടുത്തതിനെ ഓർത്ത് നമ്മുടെ ഫാദർ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ആ മുട്ടുകുത്തി നിന്നുകൊണ്ട് ചെയ്യുന്നതായിട്ട് ആ ലൈൻസിൽ കാണിക്കുന്നത്. അല്ലേ, ഒരുപാട് ദൈവത്തിനെ വാഴ്ത്തി സ്തുതിക്കുന്ന ലൈൻസാണ് നമ്മളവിടെ കാണുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ആൻഡ് വി ഹാവ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. How did God save Father Gilligan from damnation? എന്താണ്? God saved Father Gilligan from damnation by sending an angel to give the sacraments to the dying man if the man had died without getting forgiveness for his sins. Father Gilligan would have been damned for neglecting his priestly duties. ഡാംനേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് എന്തുകൊണ്ടാണ് ദൈവം എങ്ങനെയാണ് ഫാദർ ഗിൽഗനെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചത്? നരകം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ് അതിൻ്റെ മീനിങ്. ആ ഒരു വേർഡിനെയാണ് ഇവിടെ ഡാംനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഹൗ ഡിഡ് ഗോഡ് സേവ് ഫാദർ ഗിൽഗൻ ഫ്രം ഡാംനേഷൻ? ആ നരകത്തിൽ നിന്ന് ഫാദർ ഗിൽഗനെ എങ്ങനെയാണ് ഗോഡ് രക്ഷപ്പെടുത്തിയെന്നാണ് ചോദിക്കുന്നത്. ഗോഡ് സേവ്ഡ് ഫാദർ ഗിൽഗൻ ഫ്രം ഡാംനേഷൻ ബൈ സെൻഡിങ് ആൻ ഏഞ്ചൽ ടു ഗീവ് ദ സാക്രമെൻറ്റ്സ് ടു ദ ഡൈയിങ് മാൻ. ഡൈയിങ് മാൻ്റെ ആ ഒരു സാക്രമെൻറ്റ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോഡ് എന്ത് ചെയ്തു? ഒരു മാലാഖയെ അങ്ങോട്ടേക്ക് അയച്ചു. ഇഫ് ദ മാൻ ഹാഡ് ഡൈഡ് വിത്തൗട്ട് ഗെറ്റിംഗ് ഫോർഗീവ്നെസ് ഫോർ ഹിസ് സിൻസ്. എന്താണ് മാൻ ഹാസ് ഡൈഡ്? ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സാക്രമെൻറ്റ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് അവിടെ കൊടുക്കുന്നത്, അല്ലേ? അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഫാദർ ഗിൽഗൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് വിടുന്നു, അല്ലേ? ആ പുവർമാൻ്റെ അടുത്തേക്ക് വിടുകയായിട്ടാണ് ചെയ്യുന്നത്. ഫാദർ ഗിൽഗൻ വുഡ് ഹാവ് ബീൻ ഡാംഡ് ഫോർ നെഗ്ലക്റ്റിംഗ് ഹിസ് പ്രീസ്ലി ഡ്യൂട്ടീസ്. ഇപ്പം എന്താ പറയുന്നത്? ഫാദർ ഗിൽഗൻ വുഡ് ഹാവ് ബീൻ ഡാംഡ് ഫോർ നെഗ്ലക്റ്റിംഗ് ഹിസ് പ്രീസ്ലി ഡ്യൂട്ടീസ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ്? He who hath made the night of stars for souls who tire and bleed. What do these lines mean? നമ്മൾ ദൈവത്തിനെ വാഴ്ത്തുന്നതായിട്ടുള്ള ഒരു ലൈൻസ് അല്ലേ അത്, അല്ലേ? He who had made the night of stars for souls who tire and bleed എന്ന് പറഞ്ഞാൽ ലൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. They mean that God made the beautiful night of stars so that the tired and suffering people can find some rest and comfort. മീൻ ചെയ്യുന്നതാണ്. They mean that God made the beautiful night of stars so that God എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആര്? ഗോഡ്. സോ ദാറ്റ് ടയേർഡ് ആൻഡ് സഫറിങ് പീപ്പിൾ ക്യാൻ ഫൈൻഡ് സം റെസ്റ്റ് ആൻഡ് കംഫർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അതവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്? അവർ ഈ ഒരു സ്ഥലത്തില്ലെങ്കിൽ അവർ സഹിക്കുന്ന ആ ഒരു സിക്നെസ്സും അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഓരോരോ പ്രവൃത്തികളും, അല്ലെങ്കിൽ സിക്ക് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? വളരെ ടയേർഡായി പോകില്ലേ? അതിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ നൈറ്റ് ഓഫ് സ്റ്റാർസ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ആരിയ്ക്കുന്നുണ്ട്? ദൈവം ഇരിക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ പോയത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്താണ് നേരത്തെ. എനിക്കത് ഒന്നുകൂടി പറയണ്ടല്ലോ, മനസ്സിലായില്ലേ അത്? ഓക്കെ. Then we will move to question number 14. What do you understand about the character of Father Gilligan from the words had pity on the least of things? നമുക്കറിയാം had pity on the least of things എന്ന് പറയുന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഫാദർ അവിടെ ഉറങ്ങി പോയല്ലോ തലേ ദിവസം. ആ പുവർ മാനെ ചെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഫാദറിൻ്റെ ഈ ക്ഷീണം കാരണം ഫാദർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ദൈവത്തിനോട്
എന്താ പറയുന്നത്, ഈ പാവം നിറഞ്ഞ എന്നെപ്പോലും ദൈവം മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ, ഇത്രയും ഒരു ഇതായിട്ടുള്ള എന്നെപ്പോലും ദൈവം എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നാണ് ആ ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ലൈനിൽ നിന്നും മനസ്സിലായെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് മനസ്സിലായത്? ഇറ്റ് ഷോസ് ഫാദർ ഗിലിഗൺ വാസ് വെരി ഹംബിൾ. നമ്മുടെ ഫാദർ ഗിലിഗൺ ഭയങ്കര ഹംബിളാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ ഭയങ്കര പാവമാണ് ആ മനുഷ്യൻ. എന്ത് പറഞ്ഞാലും നമുക്കൊരു ഒരു ദേഷ്യമോ ഒരു ഇതോ മനസ്സിലൊന്നും വെക്കാതെ നമ്മളോട് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മാത്രമുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നതിനാണ് ഹംബിൾ. ഭയങ്കര താഴ്ന്ന് നിൽക്കുന്നു, എല്ലാത്തിനോടും താഴ്ന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെ ഫാദർ ഗിലിഗൺ ഇവിടെ കാണിക്കുന്നത്. ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ദ ലീസ്റ്റ് ഓഫ് തിങ്സ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് ബീങ്, ബട്ട് ഗോഡ് ഹാഡ് പിറ്റി ഓൺ ഹിം ആൻഡ് സെൻഡ് ഹിസ് ഏഞ്ചൽ ടു ഡു ഹിസ് ഡ്യൂട്ടീസ്. അല്ലേ, ഒരു എന്നെ പോലും ദൈവം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ദൈവം വിട്ടിട്ടുണ്ടല്ലോ, ഏഞ്ചലിനെ വിട്ടിട്ടുണ്ടല്ലോ എന്നാണ് ആ ലൈൻസിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ പോയത്തിലെ പോയറ്റിക് ഡിവൈസ്, സ്പീച്ച് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതും ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാം കേട്ടോ. സോ ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി ആക്ടിവിറ്റീസാണ്. 8 ആക്ടിവിറ്റീസ് വരെ നമുക്കുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.